ഒരു ടോപ്പിൽ നിന്ന് എങ്ങനെ മെഷർമെൻറ്റ്സ് എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. അതിനുവേണ്ടി അതിൻ്റെ ടോപ്പ് നമ്മൾ നന്നായിട്ട് നിവർത്തിയിടുക. അയൺ ചെയ്തിടുകയാണ് കൂടുതൽ നല്ലത്, അപ്പോൾ ചുളികളില്ലാതെ കിട്ടും. ഇത്തരം അളവുകളാണ് മെയിനായിട്ട് ഒരു കുർത്തി തയ്ക്കാനായിട്ട് നമുക്ക് വേണ്ടത്. ഫസ്റ്റായിട്ട് തന്നെ ഞാൻ ലെങ്ത്ത് അളന്ന് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ലെങ്ത്ത് വന്നിരിക്കുന്നത് 41 ഇഞ്ചസ് ആണ്. ഞാൻ ഇഞ്ചസിലാണ് അളവുകളെല്ലാം ഇവിടെ പറയുന്നത്. ഇതിന് സീം അലവൻസ് ആയിട്ട് ഒരു 1.5 ഇഞ്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ഇഞ്ച് ഷോൾഡർ അടിക്കുന്നതിനും പിന്നെ 1 ഇഞ്ച് താഴെ മടക്കി അടിക്കുന്നതിനും വേണ്ടിയാണ്. ടോപ്പ് മടക്കിയിട്ടിട്ട് അളവുകൾ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമ്മൾ തയ്ക്കുമ്പോൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടാണ് എല്ലാ അളവുകളും അതിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ മടക്കിയിട്ടിട്ട് തന്നെ അളവെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ ഷോൾഡർ അളവെടുക്കുകയാണ്. ഷോൾഡർ ഇവിടെ എനിക്ക് 3 വന്നിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ പോർഷൻ അളവെടുക്കാനായിട്ട് അവിടെ നിന്ന് നേരെ വെച്ചിട്ട് നമ്മളുടെ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന അതിലേക്ക് ടേപ്പ് ഒന്ന് മടക്കി കൊടുത്താൽ കറക്റ്റ് അളവ് കിട്ടും. അവിടെ എനിക്ക് 3 കിട്ടിയിരിക്കുന്നത്. മടക്കിയിട്ടിട്ട് കാണിച്ചു, അതേപോലെ തന്നെ നിവർത്തിയിട്ടിട്ട് ആ അളവുകൾ അത് തന്നെയാണ് നോക്കാം. ഇതിപ്പോൾ എനിക്ക് ഷോൾഡർ വന്നിരിക്കുന്നത് 3 തന്നെയാണ്. നെക്കിൻ്റെ പോർഷൻ നിവർത്തിയിട്ട് അളവെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ചുളിവുകളെല്ലാം മാറ്റി നിവർത്തി വെക്കേണ്ടതാണ്. അതല്ലെങ്കിൽ അളവ് തെറ്റാനായിട്ട് നല്ല സാധ്യതയുണ്ട്. അപ്പം എനിക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് അവിടെ 12 ആണ്. ഷോൾഡറും നെക്കും കൂടിയാണ് ഞാൻ പറയുന്നത്. 12 ആണ് വന്നിരിക്കുന്നത്. അത് ടേപ്പ് ഒന്ന് ഹാഫാക്കി മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് പോർഷനിൽ എത്ര കിട്ടുന്നതെന്ന് കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റും. ഷോൾഡർ എനിക്കിവിടെ 3 കിട്ടിയിരിക്കുന്നത്. ഇനി നെക്ക് ഇവിടെ എനിക്കിപ്പോൾ 6 നെക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ ഹാഫ് 3 ഞാനവിടെ എഴുതിയിരിക്കുന്നത്. ഹാഫായിട്ടുള്ള അളവുകളാണ് എല്ലാം ഞാൻ എഴുതി പോരുന്നത്. കാരണം നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹാഫായിട്ടായിരിക്കും എല്ലാം മാർക്ക് ചെയ്ത് പോരുന്നത്. ഞാൻ മനസ്സിലാകാൻ വേണ്ടി എല്ലാം നിവർത്തിയിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മടക്കിയിട്ടിട്ട് ആം ഹോളിൻ്റെ അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ടേപ്പ് നേരെ വെച്ചിട്ട് ആ ആം ഹോളിൻ്റെ ആ എൻഡിലേക്ക് ടേപ്പ് ഒന്ന് മടക്കിയെടുക്കുക. എൻഡ് മുട്ടുമ്പോൾ എത്രയാണ് നമുക്ക് വന്നിരിക്കുകയെന്ന് അതായിരിക്കും നമ്മുടെ ആം ഹോളിൻ്റെ അളവ്. ഇവിടെ എനിക്ക് 6.2 ആണ് ആം ഹോളിൻ്റെ അളവ് കിട്ടിയിരിക്കുന്നത്. ആം ഹോള് 6.2 ഞാനപ്പോൾ അവിടെ എഴുതുകയാണ്. ഇനി അടുത്ത അളവാണ് ചെസ്റ്റിൻ്റെ അളവ്. ചെസ്റ്റിൻ്റെ അളവ് എടുക്കാനായിട്ട് ടോപ്പ് നന്നായിട്ട് നിവർത്തിയിടണം. ചെസ്റ്റിൻ്റെ ഭാഗം ഒന്ന് വലിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അളവ് കിട്ടും. അപ്പോൾ എനിക്കിവിടെ 8 വന്നിരിക്കുന്നത്. ഹാഫാക്കി മടക്കിയിടുമ്പോഴുള്ള ചെസ്റ്റിൻ്റെ അളവാണ് 8 + 2 സീം അലവൻസ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഷോൾഡറിനും ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വേണ്ടതാണ്. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. മടക്കിയിട്ട് ചെസ്റ്റിൻ്റെ അളവെടുക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. ഇനി ഞാനത് നിവർത്തിയിട്ട് കാണിക്കാൻ പോവുകയാണ്. നിവർത്തിയിട്ടിട്ട് ചെസ്റ്റിൻ്റെ ഭാഗം നന്നായിട്ട് നിവർത്തി വെച്ചിട്ട് വേണം അളവെടുത്ത് നോക്കാൻ. അപ്പോൾ ഇവിടെ എനിക്ക് 16 വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ഹാഫ് കിട്ടിയത് 8 അപ്പോൾ നിവർത്തിയിടുമ്പോൾ 16. ഇനി ഷേപ്പിൻ്റെ ലെങ്ത്താണ് നോക്കുന്നത്. ഷേപ്പ് അവിടെ 13 ഇഞ്ചസാണ് ലെങ്ത്ത്. നോർമലായിട്ട് ഷേപ്പ് 13, 13.5, 14, 6 ഇഞ്ചസിലാണ് കൂടുതലും വരാറുള്ളത്. അപ്പോൾ ഞാൻ ഷേപ്പിൻ്റെ ലെങ്ത്ത് അവിടെ 13 എഴുതുവാണ്. ഇനി അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് വിഡ്ത്താണ്. ഷേപ്പിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് ആ ലെങ്ത്ത് കിട്ടിയ 13 ഇഞ്ചസിൻ്റെ അവിടെ വെച്ച് തന്നെ നമ്മൾ ആ വിഡ്ത്ത് അളവെടുത്ത് നോക്കേണ്ടതാണ്. അത് ജസ്റ്റ് അറിയാൻ വേണ്ടി വേണമെങ്കിലൊന്ന് നമുക്ക് ചോക്ക് ഉപയോഗിച്ചൊന്ന് മാർക്ക് ചെയ്തിട്ടാണെങ്കിലും അളവെടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 15 ഇഞ്ചസാണ്. നിവർത്തിയിടുമ്പോഴാണ് 15 ഇഞ്ചസ് വന്നിരിക്കുന്നത്. അത് ഹാഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ 15ൻ്റെ നേരെ പാതി 7.5 ഇഞ്ചസാണ് ഹാഫ് ആകുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. ഞാനിവിടെ ഹാഫ് അളവുകളാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഞാൻ 7.5 കാണിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ +2 2 സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്.
ഇനി അടുത്ത മാർക്കിംഗ് ഉള്ളത് സ്ലിറ്റാണ്. സ്ലിറ്റിൻ്റെ മാർക്കിംഗ് വരുന്നത് ഇവിടെ എനിക്ക് 18 ഇഞ്ചസിലാണ് മാർക്കിംഗ് വരുന്നത്. സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് ടേപ്പ് ഒന്ന് മടക്കി വെച്ചാൽ കറക്റ്റ് അളവ് നമുക്ക് ഇതുപോലെ കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് 18 ഇഞ്ചസാണ്. സ്ലിറ്റിൻ്റെ ലെങ്ത്താണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി വിഡ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് ആ രണ്ട് ഭാഗം നന്നായിട്ട് നിവർത്തിയിടണം. നിവർത്തിയിട്ടിട്ട് നോക്കുമ്പോൾ എനിക്ക് 18.5 ആണ് കിട്ടിയിരിക്കുന്നത്. 18.5 ഇഞ്ചാണ് എനിക്ക് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് കിട്ടിയിരിക്കുന്നത്. പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൂടെ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കണം. സ്ലിറ്റിന് മാത്രം 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചെസ്റ്റിനും ഷേപ്പിനും 2 ഇഞ്ച് വീതമാണ് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്ലിറ്റിന് അധികം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ തുണി അധികമായിട്ടുണ്ടെങ്കിൽ സ്ലിറ്റ് അടിച്ച് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അവിടെ കുടുങ്ങിക്കിടക്കും. അതുകൊണ്ട് സ്ലിറ്റിന് 1 ഇഞ്ച് സീം അലവൻസ് മതി. ഇനി ഞാൻ അത് മടക്കിയിട്ടിട്ട് അളവെടുക്കുന്നത് കാണിക്കുകയാണ്. സ്ലിറ്റിൻ്റെ ലെങ്ത് അറിയാനായിട്ട് സ്ലിറ്റിൻ്റെ നേരെ വെച്ച് ടേപ്പ് ഒന്ന് മടക്കി നോക്കിയാൽ മതി. ഇനി വിഡ്ത്ത് അറിയാനായിട്ട് ആ ഭാഗം നന്നായിട്ടൊന്ന് വലിച്ചു പിടിക്കുക. വലിച്ചു പിടിച്ചിട്ട് സ്ലിറ്റിൻ്റെ അവിടെ വെച്ച് കറക്റ്റ് അളവ് നിവർത്തിയിട്ടപ്പോൾ കിട്ടിയിരുന്നത് 18 ഇഞ്ചായിരുന്നു. ഇപ്പോൾ എനിക്ക് 9.2 കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ടോപ്പിൻ്റെ എൻഡിലെ വിഡ്ത്താണ് അടുത്തതായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഇതും അതുപോലെ തന്നെ വലിച്ചു പിടിച്ച് അളവെടുത്ത് നോക്കുമ്പോഴത്തേ എനിക്ക് വരുന്നത് 18.5 ഇഞ്ചാണ്. 18.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മെയിനായിട്ടുള്ള അളവുകളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തറിയേണ്ടത് നെക്കിൻ്റെ ലെങ്ത്താണ്, ബാക്ക് നെക്കിൻ്റെയും ഫ്രണ്ട് നെക്കിൻ്റെയും. ഇതിപ്പോൾ അത് അറിയാനായിട്ട് ടേപ്പ് നേരെ വെച്ചിട്ട് ഷോൾഡറിലേക്ക് ടേപ്പ് ഒന്ന് മടക്കി വെച്ചാൽ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കിട്ടും. ഈ ടോപ്പിൽ എനിക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ ലെങ്ത്താണുള്ളത്. അപ്പോൾ എനിക്ക് 2 നെക്കിലും 3 തന്നെയായിരിക്കും കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അളവെടുത്ത് നോക്കേണ്ടതാണ്. 2 നെക്കും സെപ്പറേറ്റ് അളവെടുക്കേണ്ടതാണ്. നിവർത്തിയിട്ടിട്ട് ഞാൻ അളവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്കിൽ നിന്ന് മുകളിലേക്ക് പിടിച്ചുള്ള അളവ് ഞാൻ നേരത്തെ കാണിച്ചു. ഇനി ഷോൾഡറിൽ വെച്ചിട്ട് താഴേക്ക് പിടിച്ചിട്ട് നമ്മളുടെ നെക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ആ പോയിന്റിലേക്ക് ടേപ്പ് മടക്കിയാൽ കിട്ടുന്ന അളവാണ് നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എനിക്ക് 3 വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും എനിക്കിവിടെ 3 വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ടോപ്പിന് സെയിം ലെങ്ത് ആയതുകൊണ്ടാണ് 3 വന്നിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അളവെടുത്ത് നോക്കേണ്ടതാണ്. ഇനി അടുത്തത് ലാസ്റ്റായിട്ടുള്ളത് കൈയുടെ അളവാണ്. എനിക്കിവിടെ കൈയുടെ ലെങ്ത്ത് വന്നിട്ട് 13.25 ഇഞ്ചാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഷോൾഡർ അടിക്കുന്നതിന് വേണ്ടിയും കൈയുടെ അറ്റം മടക്കിയടിക്കുന്നതിന് വേണ്ടിയാണ്. ഷോൾഡറിന് വേണ്ടി ഒരു 1/2 ഇഞ്ചും കൈ മടക്കിയടിക്കുന്നതിന് വേണ്ടി 1 ഇഞ്ചുമാണ്. 1.5 ഇഞ്ച് സീം അലവൻസ് എടുത്തിട്ടുണ്ട്. കൈ ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ അളവാണ് എടുക്കുന്നത്. അതെനിക്കൊരു 8 വന്നിട്ടുണ്ട്. പ്ലസ് 1.5 ഇഞ്ച് ഒരു സീം അലവൻസും കൂടെ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി അടുത്തത് എൻഡിലെ വിഡ്ത്താണ്. 4.25 ആ വിഡ്ത്ത് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മെഷർമെൻറ്റ്സാണ് ഒരു നോർമൽ സ്ലിറ്റ് കുർത്തി തയ്ക്കാനായിട്ട് വേണ്ടത്. മെഷർമെൻറ്റ്സ് ഇതേപോലെ എഴുതി അടയാളപ്പെടുത്തുന്നത് ബിഗിനേഴ്സിന് കൂടുതൽ ഹെൽപ്ഫുള്ളായിരിക്കും.